ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ആറാബി പി ഒ ആൻഡ് ക്ലർക്ക് എക്സാമിന്റെ സിലബസ് വെച്ചിട്ട് അതിനുവേണ്ടി എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ആറാബി പി ഒ ആൻഡ് ക്ലർക്കിന്റെ എന്ത് ചെയ്യാം, സിലബസ് നോക്കാം. പ്രിലിംസിന്റെ സിലബസ് ആണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. നമുക്കറിയാം പ്രിലിംസിന് രണ്ട് ടോപ്പിക് മാത്രമേ ഉള്ളൂ, റീസണിങ് ആൻഡ് ക്വാണ്ടം. ഇതിൽ റീസണിങ്ങിന്റെ സിലബസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്നാമത് ഇവിടെ കണ്ടോ, ആൽഫബറ്റ് ഓർ നമ്പർ ഓർ സിമ്പിൾ സീരീസ്. നമുക്കറിയാം ഒരു ജസ്റ്റ് ഒരു സീരീസ് തന്നിട്ട് അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടവർക്ക് മനസ്സിലാവും. ഓക്കെ, സെക്കൻഡ് ഇനീക്വാളിറ്റി, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ഇങ്ങനെ ഒരു റിലേഷൻ, അതായത് ഏതെങ്കിലും ഒരു ലെറ്ററോ എന്തെങ്കിലും ഒരു അത് ക്വസ്റ്റ്യൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ജസ്റ്റ് ഇനീക്വാളിറ്റി എന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് വരുന്നത് സില്ലോജിസം, ദെൻ ബ്ലഡ് റിലേഷൻ, ഓർഡർ ആൻഡ് റാങ്കിങ്, coding and decoding, direction sense, then linear, circular, triangular, rectangular, square seating arrangements, box, floor, day, month, year based puzzles, comparison, categorized, uncertain puzzles. മിസലേനിയസ്. ഈ മിസലേനിയസിൽ എന്തും വരാം. ഈ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു വേർഡ് തന്നിട്ട് ആ വേർഡിൽ ആൽഫബറ്റിക് ഓർഡറിൽ ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ് എത്ര പെയേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു വേർഡ് തന്നിട്ട് ഇതിലെ ഈ സെക്കൻഡ്, ഫോർത്ത്, സിക്സ്ത് ഈ ലെറ്റേഴ്സ് ഉപയോഗിച്ച് എത്ര എത്ര മീനിങ് വേർഡ്സ് ഉണ്ടാക്കാം. ഇങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിനാണ് ഞാൻ മിസലേനിയസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ എന്ത് വേണമെങ്കിൽ വരാം, പക്ഷെ ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും മിസലേനിയസ് പറയുന്നത്. ബാക്കി ഓരോ ക്വസ്റ്റ്യൻസിനും നമുക്ക് ഒരു 5ഓ അതായത് ഒന്നിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന കാര്യങ്ങളായിരിക്കും ബാക്കി അധികത്തിലും നമുക്ക് സാധാരണ പ്രതീക്ഷിക്കാവുന്നത്. ഓക്കെ, ഇതിൽ അടുത്തതായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന്റെ സിലബസ് നോക്കാം. ഇവിടെ നമുക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത്, നമുക്ക് എപ്പോഴും ആർക്കും പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് സിംപ്ലിഫിക്കേഷൻ, ദെൻ ഓൾസോ അപ്രോക്സിമേഷൻ. ഇത് രണ്ടും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു 10-12 മാർക്ക് നമുക്ക് ക്ലറിക്കൽ ബേസിൽ ഒരു 10-12 മാർക്ക് പെട്ടെന്ന് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും ഈ രണ്ട് ടോപ്പിക്കിലൂടെ. അപ്പൊ ചില എക്സാംസിന് സിംപ്ലിഫിക്കേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ, ചില എക്സാംസിന് അപ്രോക്സിമേഷൻ വരും, ചിലതിന് രണ്ടും കൂടി ഒരു 8 to 10 ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. ദെൻ നമ്പർ സീരീസ്, ഇനീക്വാളിറ്റി. ഓക്കെ, ഇവിടെ നമ്പർ സീരീസിൽ പറയാനുള്ളത് ഒന്നിക്ക് മിസ്സിംഗ് നമ്പർ ആയിരിക്കാം, അല്ലെങ്കിൽ റോങ് നമ്പർ ആയിരിക്കാം. ഈ രണ്ട് സീരീസ് നമുക്ക് നമ്പർ സീരീസിൽ വരാവുന്നതാണ്. ഒരു 4 to 5 ക്വസ്റ്റ്യൻസ് അവിടെ പ്രതീക്ഷിക്കാവുന്നതാണ്. ദെൻ നമ്മൾ റീസണിങ്ങിൽ കണ്ട പോലെ തന്നെ ഇനീക്വാളിറ്റി, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, അത് പറഞ്ഞുകൊണ്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇനീക്വാളിറ്റി വരുന്നത്. ദെൻ അരിത്തമാറ്റിക് ഒരു ഹ്യൂജ് ടോപ്പിക്കാണ്. കുറച്ചൊരു 10-15 ടോപ്പിക്സോളം വരുന്നുണ്ട് അരിത്തമാറ്റിക്കലി. അതിൽ നമ്മൾ എന്ത് ചെയ്യാം, ഇപ്പൊ നമുക്ക് ഒരു ക്വസ്റ്റ്യനില് 10-12 അരിത്തമാറ്റിക് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, 1 by 1 ആയിട്ട്. ഇപ്പൊ ക്ലറിക്കൽ ലെവലൊക്കെ ആണെങ്കിൽ നമുക്ക് എല്ലാ അരിത്തമാറ്റിക് ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റും. PO ലെവൽസിലേക്ക് വരുമ്പോൾ ചില അരിത്തമാറ്റിക് ക്വസ്റ്റ്യൻസ് നമ്മൾ സ്റ്റക്ക് ആയി പോകാൻ ചാൻസ് ഉണ്ട്, കാരണം അവിടെ ചെറിയ ചെറിയ ട്വിസ്റ്റുകൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ കുറച്ചുകൂടി സെലക്ട് ചെയ്ത് ചെയ്യുക. അതായത് നമുക്ക് കുറച്ചുകൂടി ഈസി ഉള്ളതോ അല്ലെ നമ്മൾ കുറച്ചുകൂടി കോൺഫിഡന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ വരുന്ന അരിത്തമാറ്റിക് ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ഇല്ലാത്ത ഒരു എക്സാം ഇല്ല. പ്രിലിംസ് ആയാലും മെയിൻസ് ആയാലും അത് ഉണ്ടാവില്ല. അത് നമുക്ക് പ്രിലിമിനറി ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു ഡാറ്റ തന്നിട്ട് നമുക്കത് അതായത് ഡാറ്റ നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഡീകോഡ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തു പോകാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ഒരു ഏരിയയിൽ നമ്മൾ പ്രിലിംസ് ലെവലിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. പക്ഷെ മെയിൻസ് ലെവലിലേക്ക് മാറുമ്പോൾ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ കുറച്ചും കൂടി ഹയർ ലെവലിലേക്ക് പോകും. ഓക്കെ, ദെൻ ഡാറ്റ സഫിഷ്യൻസി. ഇവിടെ അഗൈൻ പറയാനുള്ളത് പ്രിലിമിനറി ലെവലിലുള്ള ഡാറ്റ സഫിഷ്യൻസി ആണെങ്കിൽ അവിടെ ഒരു വളരെ റെയർ കേസിൽ മാത്രമേ 3 സ്റ്റേറ്റ്മെന്റ്സ് ഉള്ള ഡാറ്റ സഫിഷ്യൻസി കണ്ടിട്ടുള്ളൂ. എപ്പോഴും പ്രിലിമിനറി കേസിൽ രണ്ട് ഡാറ്റാസ് തന്നിട്ട് അതിൽ ഡാറ്റ സഫിഷ്യന്റ് ആണോ എന്ന് നോക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് കാണാറുള്ളത്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു അരിത്തമെറ്റിക് ടോപ്പിക്സിൽ നമുക്ക് ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്. അതിൽ മെയിൻ ആയിട്ട് വരുന്ന ടോപ്പിക്സ് ആണ് ഫസ്റ്റ് വൺ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, ദെൻ പെർസെന്റേജ്, നമ്പർ സിസ്റ്റം, HCF, LCM, ആവറേജ്, ഏജ്, പാർട്ട്ണർഷിപ്പ്, mixture and alligation,
simple interest and compound interest, time and work, pipe and cistern, profit and loss, അപ്പൊ സ്പീഡ്, ടൈം, ഡിസ്റ്റൻസ്, ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ഏതൊരു ബാങ്ക് എക്സാം പഠിക്കുന്ന, ബാങ്ക് എക്സാമിനോട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരും ഈ ടോപ്പിക്സുകളൊക്കെ എന്ത് ചെയ്യണം, ഒന്ന് പഠിച്ചു പോകണം. നമുക്ക് ഇതിന്റെയൊക്കെ മെയിൻ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടോപ്പിക്സിനൊക്കെ ബേസ് ലെവൽ നമ്മൾ എങ്ങനെയാണ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ പൈപ്പ് ആൻഡ് സിസ്റ്റം, എങ്ങനെയാണ് ഓരോ പൈപ്പും അതിന്റെ എഫിഷ്യൻസിയും ടൈമും വെച്ചിട്ട് ടോട്ടൽ പൈപ്പിന്റെ ടോട്ടൽ ഒരു സിസ്റ്ററിന്റെ കപ്പാസിറ്റി എത്രയാണ്, ഇതൊക്കെ കണ്ടുപിടിക്കാൻ എങ്ങനെയാണ് എന്ന് ഒരു തവണ പഠിച്ചു കഴിഞ്ഞാൽ സെയിം മെത്തേഡ് തന്നെ അല്ലെ സെയിം ബേസിക്സ് തന്നെയാണ് നമുക്ക് ഏതൊരു പ്രോബ്ലം ഇത് വെച്ചിട്ടുള്ള ഏതൊരു പ്രോബ്ലം നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഈ എല്ലാ സെയിം ഇതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ആയിക്കോട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞ ടോപ്പിക്സ് ഏതും ആയിക്കോട്ടെ, ഈ എല്ലാ ടോപ്പിക്സിലും നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ബേസ് ഒന്ന് പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് സെയിം ബേസിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് പ്രിലിംസിന് വേണ്ടി നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസിന്റെയും ബേസ് ഉണ്ടാക്കി കഴിഞ്ഞാല് സെയിം ബേസിൽ കുറച്ചുകൂടി ഒന്ന് ഡെവലപ്പ് ചെയ്ത് എടുത്താൽ മാത്രം മതി മെയിൻ എക്സാമിലേക്ക്. സെയിം ബേസിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ബോട്ടം സ്ട്രീം, മെൻസുറേഷൻ. മെൻസുറേഷന്റെ കേസ് 2D ഉണ്ട് 3D ഉണ്ട്. മെൻസുറേഷന്റെ 2D സിമ്പിൾ ക്വസ്റ്റ്യൻസ് മിക്കവാറും ഒരു മാക്സിമം ഒരു ക്വസ്റ്റ്യൻസ് മാത്രമേ പ്രിലിംസിലൊക്കെ കാണാറുള്ളൂ. ചില ഷിഫ്റ്റുകളിൽ ചിലതിൽ വരാറില്ല. അതുപോലെ പക്ഷേ നമ്മുടെ മെയിൻ എക്സാമ്പിൾ ഈ മെൻസുറേഷൻ വേണമെങ്കിൽ നമുക്ക് DI ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കേസ്ലെറ്റ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിൽ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ പഠിക്കുമ്പോൾ എല്ലാം പഠിച്ചങ്ങ് പോവുക. മെൻസുറേഷൻ ഓക്കെ ഒരു എങ്ങാണ്ടല്ലേ വരുള്ളൂ പ്രിലിംസിന്, ഇതൊന്ന് സ്കിപ്പ് ചെയ്യാം എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. കാരണം പ്രിലിംസ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ സ്റ്റാർട്ടർ ആയിട്ട് പഠിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാ ടോപ്പിക്കും എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു പോവുക. നമുക്കിപ്പോ സപ്പോസ് നമുക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്, ഇപ്പൊ ഞാൻ 16 പറഞ്ഞു, ഇതിൽ ഏതെങ്കിലും ഒന്ന് എനിക്ക് ഒട്ടും പറ്റുന്നില്ല, എനിക്ക് അതിന്റെ കോൺസെപ്റ്റ് ക്ലിയർ ആവുന്നില്ല എന്നാണെങ്കിൽ, നിങ്ങൾക്ക് ടൈം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ടോപ്പിക് ഒക്കെ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പക്ഷെ ഞാൻ എപ്പോഴും പറയുന്നത് നമുക്ക് നമ്മൾ സ്കിപ്പ് ചെയ്യുന്ന ടോപ്പിക്കിന്റെ ബേസ്, ചെറിയൊരു ബേസ് പോലും നമ്മൾ പഠിച്ചു വെക്കണം. കാരണം നമുക്ക് ചില എക്സാംസിന് ചില മെയിൻസ് എക്സാമോ ഒക്കെ ഈവൻ ചില പ്രിലിംസ്, ഇപ്പം RRBPO, IBPSPO അല്ലെങ്കിൽ SBIPO ഇങ്ങനെയുള്ള ചില പ്രിലിംസ് എക്സാമിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പോലും, ഇപ്പൊ ലാസ്റ്റ് കഴിഞ്ഞ SBIPOയുടെ പ്രിലിമിനറി എക്സാം നല്ല പാടായിരുന്നു, ക്വാണ്ട് നല്ല പാടായിരുന്നു. അപ്പൊ മാക്സിമം ഒരു 10-ന് താഴെ 30 ക്വസ്റ്റ്യൻസിൽ 10-ൽ താഴെയൊക്കെയാണ് ചില ആൾക്കാർക്ക് അറ്റംപ്റ്റ് പോയേക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കേസുകളിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് വളരെ ചൂസ് ചെയ്ത് എടുക്കേണ്ടി വരും. അപ്പൊ നമുക്ക് ഇപ്പം പ്രോബബിലിറ്റി ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഞാൻ അത് പഠിച്ചിട്ടില്ല എന്നാണെങ്കിൽ ജസ്റ്റ് ബേസ് വെച്ചിട്ട് ചെയ്താൽ മതിയാവും ആ ക്വസ്റ്റ്യൻ. പക്ഷെ ഞാൻ നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, അങ്ങനെയുള്ള എക്സാംസുകളിൽ നമ്മൾ കുറച്ച് പെട്ടുപോകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ജസ്റ്റ് നിങ്ങൾക്ക് പ്രോബബിലിറ്റി ഇഷ്ടമല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് മെൻസുറേഷൻ ഇഷ്ടമല്ല എന്നാണെങ്കിൽ നിങ്ങൾ ആ ടോപ്പിക് മാറ്റി വെച്ചോളൂ. പക്ഷെ എന്ത് വേണം, ജസ്റ്റ് എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഇവിടെ എങ്ങനെയാണ്, അതായത് ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ കളയേണ്ട ആവശ്യമില്ല. ആ രീതിയിൽ നിങ്ങൾ അതിനെ അപ്രോച്ച് ചെയ്യണം. അതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ദെൻ പെർമ്യൂട്ടേഷൻ, കോമ്പിനേഷൻ, ഇതൊക്കെ നമ്മൾ സ്കൂൾ ലെവൽ പഠിച്ചാണ്. പെർമ്യൂട്ടേഷൻ, കോമ്പിനേഷൻ, ദെൻ പ്രോബബിലിറ്റി. ഈ 16, 17 എന്ന് പറഞ്ഞ ഈ 2 നമ്പേഴ്സ് എടുത്തേക്കുന്ന ഈ 2 ടോപ്പിക്കുകളും നമ്മൾ സ്കൂൾ ലെവൽ പഠിച്ചതാണ്. നമുക്ക് അധികം ആൾക്കാർക്കും അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത്, പ്രിലിംസിന് ഇതിന്റെ ക്വസ്റ്റ്യൻ മാക്സിമം ഒരു ക്വസ്റ്റ്യൻ വന്നാലായി, അതും എല്ലാ ഷിഫ്റ്റിലും വരണമെന്നില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ ബാക്കി എല്ലാ ടോപ്പിക്കും പഠിച്ച് സെറ്റ് ആയിട്ട് ഈ 2 ടോപ്പിക് പഠിച്ചാൽ മതി. പക്ഷെ ഒന്നങ്ങനെ ബേസ് അറിഞ്ഞ് പോകുന്നതാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ, ദെൻ ഇപ്പൊ നോക്കൂ, ഇപ്പൊ നമ്മൾ എക്സ്പെക്ട് ചെയ്തത്, അതായത് RRBPO 2025 എക്സാം വരാൻ പോകുന്നത് 27 ജൂലൈ ആൻഡ് 2 ഓഗസ്റ്റ് ആൻഡ് 3 ഓഗസ്റ്റ്, അതായത് 3 ഡേ ആയിട്ടാണ് ഈ പ്രിലിമിനറി എക്സാം നടക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ക്വാണ്ട് ആൻഡ് റീസണിങ് 2 ടോപ്പിക് മാത്രമേ പ്രിലിംസിനുള്ളൂ. ഇത് സെയിം തന്നെയാണ് കേട്ടോ ക്ലർക്കിനും, പക്ഷെ ക്ലർക്കിന്റെ ഡേറ്റ് മാറ്റാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് PO നോക്കാം. അപ്പൊ ഇതാ മെയിൻസിന്റെ ഡേറ്റ് പോലും ഇവിടെ അനൗൺസ്ഡ് ആണ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് വരാൻ പോകുന്നത് ഇത്ര വേക്കൻസി ഇന്ന സ്റ്റേറ്റിൽ ഉണ്ട് എന്നുള്ളൊരു കാര്യം അല്ലാതെ വേറെ, അതായത് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ളൊരു നോട്ടിഫിക്കേഷൻ അല്ലാതെ നമുക്ക് എപ്പോഴാ എക്സാം, ഇത് നടക്കുവോ നടക്കില്ല, അങ്ങനെ യാതൊരു ഡൗട്ടും വേണ്ട. ഇത് 100% എല്ലാ ഇയറും നടക്കുന്ന എക്സാംസ് ആണ്. ഒരു ഡീസന്റ് വേക്കൻസി എപ്പോഴും കേരളത്തിൽ ഉണ്ടാവാറുണ്ട്. ഈവൻ കേരളത്തിൽ ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് വേറൊരു സ്റ്റേറ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം വേറെ സ്റ്റേറ്റിൽ അപ്ലൈ ചെയ്യുന്ന ആലോചിക്കേണ്ട ഒരേ ഒരു കാര്യം,
അതായത് നമ്മൾ മെയിൻസ് ക്ലിയർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ല ഇന്റർവ്യൂവിന്റെ സമയം ആകുമ്പോഴേക്കും നമ്മൾ അവിടുത്തെ ലാംഗ്വേജ് ഒന്ന് അറിഞ്ഞിരിക്കണം. കാരണം ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ് ഉണ്ടാവുന്നതാണ്. ആ ഒരു കാര്യം മാത്രമേ ശ്രദ്ധിക്കേണ്ടുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഓൾറെഡി ഡേറ്റ് അനൗൺസ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയി നമുക്ക് പഠിച്ചു പോകാം അല്ലെ. ക്ലിയർ ആയിട്ട് ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി നമുക്ക് പഠിച്ചു പോകാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഡേറ്റ് ഓൾറെഡി അനൗൺസ്ഡ് ആണ്. ഓക്കെ, ഇവിടെ പ്രിലിംസ് 40 ക്വസ്റ്റ്യൻ, സോറി പ്രിലിംസിൽ ക്വാണ്ട് 40 ക്വസ്റ്റ്യൻ 40 മാർക്സ് 20 മിനിറ്റ്, റീസണിങ് 40 ക്വസ്റ്റ്യൻ 40 മാർക്സ് 25 മിനിറ്റ്സ്. അപ്പൊ ഇവിടെ നോക്കുക, കമ്പാരിറ്റീവ്ലി ക്വാണ്ടിന് മാർക്ക് സോറി ടൈം കുറവാണ്. ഓക്കെ, റീസണിങ് അപ്പൊ എന്തായാലും നമുക്ക് ഈസി സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ക്വാണ്ടിന് ഇവിടെ കമ്പാരിറ്റീവ്ലി ടൈം കുറവാണ്. സോ നമ്മൾ മാത്സ് സ്പീഡ് കുറവുള്ള ആൾക്കാർ ഇപ്പോഴേ ഡെയിലി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് പോവുക. അപ്പൊ മാത്രമേ നമുക്ക് ആ 20 മിനിറ്റ്സിൽ 40 ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ മെയിൻസ് നമുക്ക് ജസ്റ്റ് നോക്കാം. 40 ക്വസ്റ്റ്യൻ 50 മാർക്സ്, ക്വാണ്ട് 30 മിനിറ്റ്സ്. ഓക്കെ, അതായത് ക്വാണ്ട്, റീസണിങ്, ഇംഗ്ലീഷ് ഓർ ഹിന്ദി ഇതിന് മൂന്നിന് 30 മിനിറ്റ് ആണ്. പിന്നെ ഇതില് ക്വാണ്ട് റീസണിങ്ങിന് മാത്രം 40 ക്വസ്റ്റ്യന് 50 മാർക്കാണ്. ഓക്കെ, ബാക്കി ഇംഗ്ലീഷ് 40 ക്വസ്റ്റ്യൻ 40 മാർക്സ് ആൻഡ് GA 40 ക്വസ്റ്റ്യൻ 40 മാർക്സ് ആൻഡ് ഓൾസോ കമ്പ്യൂട്ടർ 40 ക്വസ്റ്റ്യൻ 20 മാർക്സ്. അതാണ് ഞാൻ മുന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കമ്പ്യൂട്ടർ നിങ്ങൾക്ക് ഒട്ടും അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ബേസിക്സ് ആയിട്ട്, അതായത് നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള റീസണിങ് ആൻഡ് ക്വാണ്ട് ആൻഡ് ഓൾസോ ഇംഗ്ലീഷ്. ഞാൻ ഒരിക്കലും ഇംഗ്ലീഷിനെ പ്രിലിംസ് ലെവൽ മാറ്റി വെക്കുന്നില്ല. കാരണം RRB മാത്രമല്ല നമ്മുടെ മുന്നിലുള്ള എക്സാംസ്, IUPS SB ഒക്കെ വരുന്നുണ്ട്. അപ്പൊ എല്ലാത്തിനും ഇംഗ്ലീഷ് ആവശ്യമാണ്. ഓൾസോ RRBയുടെ മെയിൻസിനും ഇംഗ്ലീഷ് ആവശ്യമാണ്. അപ്പം നമ്മൾ ആദ്യമേ റീസണിങ്, ക്വാണ്ട് ആൻഡ് ഇംഗ്ലീഷ് ഇതിന്റെയൊക്കെ ബേസ് നമ്മൾ പഠിച്ച് പോയിട്ട് നമ്മളൊരു ലെവൽ എത്തുവാണെങ്കിൽ, നമുക്ക് ഒരു ടൈം കണ്ടെത്താൻ പറ്റുവാണെങ്കിൽ, ഓക്കെ ഡെയിലി ഒരു അരമണിക്കൂർ കണ്ടെത്താൻ പറ്റുവാണെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടറിന്റെ മുകളിൽ കുറച്ച് വർക്ക് ചെയ്യാവുന്നതാണ് അല്ലെ. കുറച്ച് കമ്പ്യൂട്ടർ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസോ അല്ലെ കുറച്ച് ടോപ്പിക് വൈസ് ആയിട്ടുള്ളതൊക്കെ പഠിക്കാൻ പറ്റുന്നതാണ്. പക്ഷെ നിങ്ങളുടെ ബേസ് റെഡി ആയിട്ടില്ല എങ്കിൽ, നിങ്ങൾക്ക് ഇനിയും പ്രാക്ടീസ് ടൈം വേണം, അതായത് എനിക്ക് സ്പീഡ് ഇല്ല, എനിക്ക് ബേസ് ഇല്ല എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ കമ്പ്യൂട്ടർ പഠിക്കാൻ ഇരിക്കരുത്. കാരണം വെയിറ്റേജ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് വളരെ കുറവാണ്. ഓക്കെ, 40 ക്വസ്റ്റിന് 20 മാർക്ക് മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് ഒരു ക്വസ്റ്റിന് 1/2 മാർക്ക് മാത്രമേ ഉള്ളൂ. സോ നമ്മൾ അധികം ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ പ്രിലിംസ് പാസ് ഔട്ട് ആയി കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പ്യൂട്ടർ നോക്കാൻ പറ്റും. ബട്ട് പ്രിലിംസ് പാസ് ഔട്ട് ആയിട്ട് മെയിൻസിൽ പഠിക്കാമെന്ന് വിചാരിക്കരുത്. മെയിൻസ് ലെവല് ക്വസ്റ്റ്യൻസ് ഇപ്പം ഞാൻ പറഞ്ഞു, ബേസ് ക്ലിയർ ആയി കഴിഞ്ഞാൽ പ്രിലിംസ് ലെവൽ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിനൊപ്പം തന്നെ അതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യണം, ക്വാണ്ട് ആൻഡ് റീസണിങ് ആൻഡ് ഇംഗ്ലീഷിന്റെ മെയിൻസ് ലെവൽ ക്വസ്റ്റ്യൻസും കുറച്ച് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് വരണം ഇപ്പോഴേ. അല്ലാതെ നമുക്കൊരിക്കലും റിസൾട്ട് വന്നിട്ട് പഠിക്കാമെന്ന് വിചാരിക്കരുത്. ഞാൻ പറയുന്നത് റിസൾട്ട് വന്നിട്ട് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ റിസൾട്ട് വന്നിട്ട് നോക്കാവുന്നതാണ്. ടൈം ഇല്ലാത്തവർ. ടൈം ഉള്ളവർക്ക് കുറച്ച് ബേസ് ഒക്കെ അറിയാം, കുറച്ച് സ്പീഡൊക്കെ ഉണ്ട് എന്നുള്ളവർക്ക് ഇപ്പോഴേ കമ്പ്യൂട്ടർ നോക്കി തുടങ്ങാം. ഓക്കെ, ഇനി കമ്പ്യൂട്ടർ അത്യാവശ്യം നന്നായിട്ട് അറിയാം എന്നുള്ളവര് ബാക്കി എല്ലാ സെക്ഷൻസും നന്നായിട്ട് എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യാം. ഓക്കെ ഓക്കെ, ഇപ്പൊ ടോപ്പിക് വൈസ് വെയിറ്റേജ് നോക്കുവാണെങ്കിൽ ഇതിപ്പോ റീസണിങ്ങിന്റെ ടോപ്പിക് വൈസ് വെയിറ്റേജ് ആണ്. ഇവിടെ നോക്കിയാൽ കാണാം നമുക്ക് ഓരോ ഇയർ അല്ലെ, 2022, 23, 24 ഇങ്ങനെ ഓരോ ഇയേഴ്സ് വെച്ച് നോക്കുമ്പോഴും ഇവിടെ പസിൽ ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റ്സിനാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നത്. നോക്കിക്കോ, 2022 20 to 22 ക്വസ്റ്റ്യൻസ് ആണ്. ഇതേ റേഞ്ച് തന്നെയാണ് 23ലും 24 കണ്ടോ, 20 to 25. ഇതെന്താണ് ഞാൻ 20 to 22 എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെന്റ് ഷിഫ്റ്റ്സ് ഉണ്ട് നമുക്ക് അല്ലെ. 2-3 ദിവസം കൊണ്ട് ഷിഫ്റ്റ് വെച്ച് നടത്തുന്ന എക്സാം ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ അതാണ് ഈ റേഞ്ച് പറഞ്ഞേക്കുന്നത്, ആവറേജ് റേഞ്ച്. ഓക്കെ, അപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ റീസണിങ്ങിൽ നമ്മൾ എല്ലാത്തിന്റെയും ബേസ് നോക്കിക്കൊണ്ട്, അതായത് സിലോജിസം, ഇൻഇക്വാളിറ്റി, ബ്ലഡ് റിലേഷൻ, ഡയറക്ഷൻ ഇങ്ങനെയുള്ള എല്ലാ ടോപ്പിക്കുകളുടെ ബേസ് നോക്കിക്കൊണ്ട് തന്നെ നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റ്. ഇത് നമുക്ക് പഠിക്കുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്ക് എങ്ങനെ ഏതൊക്കെ പസിൽസ് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും, എങ്ങനെയുള്ളത് നമ്മൾ പിന്നീട് ചെയ്യാമെന്ന് മാറ്റി വെക്കേണ്ട ക്വസ്റ്റ്യൻസ് എങ്ങനെയുള്ളതാണ്. ഇതൊക്കെ നമ്മൾ പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, നമ്മൾ ജസ്റ്റ് ക്വസ്റ്റ്യൻസ് കണ്ടുപോയിട്ട് എക്സാമിന് പോയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് പോയിട്ട് എടുക്കുന്നത് കുറച്ച് ടഫ് ആയിട്ടുള്ള പസിൽ ആണെങ്കിൽ നമ്മുടെ ടൈം അവിടെ മൊത്തം പോകും, നമുക്ക് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് പ്രാക്ടീസ് ചെയ്യുക, കുറെ പസിൽസ് എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യുക.
ചെറിയ സിംഗിൾ വേരിയബിൾ ഡബിൾ വേരിയബിൾ ഇങ്ങനെ എടുത്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ എടുക്കണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നാൽ ഞാനത് ആദ്യം തന്നെ ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ ഇത് മാറ്റി വെക്കണം, ഇതിൽ സ്റ്റെക്ക് ആവുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഡെയിലി കുറെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ദെൻ സിലോജിസം ഇനീക്വാളിറ്റി, ഇത് നമുക്ക് ചില എക്സാംസുകളിൽ സിലോജിസം മാത്രമേ ഉണ്ടാവുള്ളൂ, ചില എക്സാംസുകളിൽ ഇനീക്വാളിറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ. അതൊക്കെ ഡിപ്പെൻസ് ആണ്, നമുക്ക് കിട്ടുന്ന ഷിഫ്റ്റ് അനുസരിച്ചാണ്. പക്ഷെ നമുക്ക് ഏതാ കിട്ടാൻ നമുക്ക് അറിയില്ല, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, പക്ഷെ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. പക്ഷെ ഇവിടെ മെയിൻ ആയിട്ട് പറയാനുള്ള കാര്യം ഇതൊക്കെ ഭയങ്കര സിമ്പിൾ ടോപ്പിക് ആണ്. ഭയങ്കര കോഡിങ് ഡീകോഡിങ് ആണെങ്കിലും ബ്ലഡ് റേഷൻ ഒക്കെ ആണെങ്കിലും ഒന്നുമില്ല. നമ്മളെ വീട്ടിലെ കാര്യം ആലോചിച്ചാൽ മതി അല്ലെ, മുത്തച്ഛൻ മുത്തശ്ശി അച്ഛനമ്മ മക്കൾ, ഈ ഒരു കാര്യം ആലോചിച്ചിട്ട് നമുക്ക് ബ്ലഡ് പ്രഷർ സെറ്റ് ആയി. പിന്നെ ഡയറക്ഷൻ സൗത്ത് വെസ്റ്റ് നോർത്ത് ഈസ്റ്റ്, ഇത് അറിഞ്ഞാൽ ഡയറക്ഷൻ സെറ്റ് ആയി. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിന്റെയും ഒരു ബേസിക് ഐഡിയ ഉണ്ടായി കഴിഞ്ഞാൽ ഉടൻ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് എനിക്കിവിടെ സജസ്റ്റ് ചെയ്യാനുള്ള ഒരു കാര്യം. പിന്നെ ക്വാണ്ടില് നമുക്ക് പറയാം, ദാ ഇവിടെയും അവിടെ പസിൽ ആണെങ്കിൽ ഇവിടെ ഡി ഐസ്. ഓക്കെ, ഡി ഐ നമുക്ക് ഏതും വരാം, ലൈൻ ചാർട്ട് വരാം, ടേബിൾ വരാം, ഈവൻ പൈ ചാർട്ട് വരാം, കേസ്ലെറ്റ് വരാം. അധിക പ്രിലിംസിനും ഒറ്റ ടേബിളിലെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും മിക്കവാറും ഉണ്ടാവാറ്, അല്ലെങ്കിൽ ഒറ്റ ലൈൻ ചാർട്ട് അങ്ങനെ, അല്ലെങ്കിൽ പെട്ടെന്ന് ഡീകോഡ് ചെയ്യാൻ പറ്റുന്ന കേസ്ലെറ്റ്സ് ഒക്കെ ഉണ്ടാവാറ്. മെയിൻസ് വരുമ്പോഴേക്കും നമുക്ക് ഡബിൾ പൈ ചാർട്ടോ അല്ലെങ്കിൽ ഡബിൾ ബാറോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് കിട്ടും. ഓക്കെ, അതുപോലെ ക്വാഡ്രാറ്റിക്, ഇപ്പം അധികവും കാണുന്ന ട്രെൻഡ് ഒന്നിക്ക് ക്വാഡ്രാറ്റിക് അല്ലെങ്കിൽ അപ്രോക്സിമേഷൻ അങ്ങനെയൊക്കെയാണ് കാണാറ്. അതായത് എല്ലാ ഷിഫ്റ്റിലും ക്വാഡ്രാറ്റിക് കൊടുക്കാറില്ല. പക്ഷെ ഇപ്പൊ ഈവൻ അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരുപാട് ടൈമൊന്നും ഈ ഒരു ക്വസ്റ്റ്യൻസിലൊന്നും ഇരിക്കേണ്ടി വരാറില്ല. ഈ ഒരു ഓക്കെ, അതായത് ക്വാഡ്രാറ്റിക് ഒക്കെ നമ്മൾ ജസ്റ്റ് അതിന്റെ എങ്ങനെയാണ് അതിന്റെ റൂട്ട്സ് എങ്ങനെയാണ് വരുന്നത്, അല്ലെ റൂട്ട്സിന്റെ സിമ്പിൾസ് എങ്ങനെയാണ് കൊടുക്കേണ്ടത്, ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പോയിന്റ് ഒരു അരമണിക്കൂർ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഏത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വന്നു കഴിഞ്ഞാലും പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതുണ്ടോ അരിത്തമാറ്റിക് ഉണ്ടോ, 10 മുതൽ 12 വരെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ 3 വർഷമായിട്ട് ചോദിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ചില ഡി ഐസ് ടഫ് ആണെങ്കിൽ നമുക്ക് നേരെ അരിത്തമാറ്റിക്കിലേക്ക് ചാടാൻ പറ്റും. അപ്പൊ പ്രിലിമിനറി ലെവൽസിൽ ക്ലറിക്കൽ എക്സാംസ് ഒക്കെ ആണെങ്കിൽ അരിത്തമാറ്റിക് നമുക്ക് 1 by 1 ആയിട്ട് ചെയ്യാൻ പറ്റും. അവിടെ വലിയ സെലക്ഷൻ പ്രശ്നം വരില്ല, മിക്കവാറും വരാറില്ല. ഇനി അഥവാ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ സ്റ്റക്ക് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റും. ദെൻ പി ഒ ലെവൽ ആകുമ്പോൾ അരിത്തമാറ്റിക് ഒക്കെ കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ ടോപ്പിക്കും അതിന്റെ ബേസ് ലെവൽ അറിഞ്ഞു പോവുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.